ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, എനിക്കിന്ന് പറയാനുള്ളത് ഒരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അറിയാത്തതാണ്, ചിലർക്കൊക്കെ അറിയാം, ചിലർക്കൊന്നും അറിയത്തില്ല. പ്രത്യേകിച്ച് ഞാനൊരു ഈഴവ സമുദായത്തിലുള്ളതാണ്. എനിക്ക് എൻ്റെ അച്ഛൻ അങ്ങനെ ജാതി വരുന്നത് ഇഷ്ടമല്ല. എന്ന് എനിക്കിപ്പോൾ പറയേണ്ടി വന്നത്, അച്ഛനും അമ്മയൊന്നും ഗുരുദേവനെ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീനാരായണ ഗുരുദേവനെ എന്താ വെച്ചാൽ ഗുരുവല്ലേ, ഈശ്വരനെ അറിഞ്ഞ ആളല്ലേ. എന്തെല്ലാം കൃതികളാണ് ആ ഗുരുദേവൻ എഴുതിയിട്ടുള്ളത്. അതൊക്കെ അച്ഛൻ ചൊല്ലുകയൊക്കെ ചെയ്യും. പക്ഷേ ഈശ്വരനെ ആരാധിക്കുന്നത് ഈശ്വരനെ തന്നെ ആരാധിക്കുന്നത്. ഗുരുദേവനെ ഗുരുവായിട്ട് അത്രമാത്രം ആ കൃതികളൊക്കെ അത്ര നല്ല കൃതികളാണ്. അത്രയും അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ഭാഗവതത്തിലുള്ളതാ മക്കളെ. ഭഗവത്ഗീതയും ഭാഗവതവും അത് തന്നെയാണ്. അത് ഗുരുദേവൻ ഇതൊക്കെ മനസ്സിലാക്കിയും പഠിച്ചും എടുത്താണ് മനസ്സിലാക്കുന്നത്. നമുക്കും അതുപോലെ പഠിച്ച ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് നമുക്കറിയാം ഇത് ഗുരുദേവൻ ഇതൊക്കെ തന്നെയാണ് അറിഞ്ഞത്. ഈ ഭാഗവതം മാത്രം മതി അറിയാൻ, ഈശ്വരനെ അറിയാൻ. അത് അറിയുമ്പോൾ നമ്മളും പരമാത്മാവിനെ കുറേയൊക്കെ നമ്മൾ തന്നെയാണ് വസിക്കുന്നത് നമ്മളറിയും. കാണാൻ മൊത്തവും ഭഗവാൻ തന്നെയാണ്. എല്ലാ ജന്തുക്കളിലും ജീവജാലങ്ങളിലും എല്ലാം ഈശ്വരനാണ് വസിക്കുന്നത്, ഈശ്വരൻ്റെ അംശമാണെന്ന് നമുക്ക് ഇതൊക്കെ അറിയാനെല്ലാം ഇതാണ് കാരണം. അകവും പുറവും. കാരണം നമ്മുടെ ഉള്ളിലും ആ ചൈതന്യം നമ്മൾ അറിഞ്ഞു വരുമ്പോൾ ഭാഗവത്ത് ഇതെല്ലാം എനിക്കെല്ലാവരും ഗുരു ഒന്നും ഇല്ലല്ലോ. അപ്പം ഗുരു പറയുന്ന വാക്ക് നോക്കിയാൽ ഭാഗവത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഉള്ളിൽ ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അകവും പുറവും നിറഞ്ഞ അപ്പോൾ ഗുരുദേവനത് അറിഞ്ഞത് കൊണ്ടാണ്. അത് നമ്മൾ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്കും അറിയത്തില്ല. ഇന്ന് അറിയാത്തവരാണ് ഗുരുദേവൻ ദൈവമാണെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലോ അമ്പലം ഇതൊക്കെ വെച്ച്. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ? ഗുരുവനെ ലജ്ജിപ്പിക്കുകയല്ലേ ചെയ്യുക, നാണക്കേടല്ലേ അതൊക്കെ ഗുരുദേവന്. ഗുരുദേവൻ പോലും ശിവൻ്റെ കൃതികൾ, വിനായകാഷ്ടം, സുബ്രഹ്മണ്യ കൃതികൾ, ദേവീസ്തുതികൾ ഞാനതൊക്കെ ചൊല്ലിയിട്ടതിനകത്ത്. കാരണം ഇങ്ങനെ എല്ലാ ഈശ്വരന്മാരുടെ ദേവീദേവന്മാരുടെ എല്ലാം ഗുരുദേവൻ കൃതികളെഴുതും. പിന്നെ ഗുരുദേവൻ പറയുമോ ഗുരുദേവനാ ദൈവമെന്ന്? അപ്പോൾ ഈ ജനങ്ങൾ എന്ത് നാണം കെടുത്തുക ഗുരുദേവനെന്ന് ഞാൻ ആലോചിക്കുക. ഇത് കേൾക്കുന്ന മക്കൾ ഒന്നുകൊണ്ട് എന്നോട് ദേഷ്യം ഉണ്ടാകരുത്. ഞാൻ എൻ്റെ അറിവുകൊണ്ട് പറയുന്നതാണ്. എങ്ങനെ യഥാർത്ഥം പരമാത്മാവ് ഈശ്വരൻ, ലോകം നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ്റെ അത്രയും ആരായാലും ഭൂമി ജനിക്കുന്നവർക്ക് പറ്റുമോ? അപ്പം നമ്മളെല്ലാം തലക്കെട്ട് എത്ര വലിയവനെന്ന് പറഞ്ഞ് ഭൂമി വന്നാലും അതിലും മുകളിൽ ഒരാളുണ്ടല്ലോ. അപ്പോൾ നമ്മളതിനെ നിന്ദിക്കാമോ? ആ പരമാത്മാവ് സർവ്വതും വഹിക്കുന്ന ആളല്ലേ ഈശ്വരൻ. അപ്പോൾ ആ ഈശ്വരൻ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് ഈ ഈഴവ സമുദായം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഗുരുദേവ പ്രാർത്ഥനയ്ക്ക് ഞാൻ ആദ്യം പോകുമായിരുന്നു. കുറച്ച് ദിവസം പോയപ്പോൾ ഞാൻ തന്നെ മതിയാക്കി. കാരണം അവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് അവർക്കകം നേതൃത്വം വഹിച്ച് നടക്കണം. എന്താണ് ഗുരുദേവൻ തന്നേക്കുന്നതെന്നും അവരറിയുന്നില്ല. അവർ ഗുരുദേവനെ കുറേ സ്തുതിക്കുന്നു, ഗുരുദേവനെ സ്തുതിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഈശ്വരനെ സ്തുതിച്ചു. ഞാൻ അത് പഠിച്ചവളാണ്. പിന്നെ ഞാൻ താഴേക്ക് വരുമോ? അപ്പോൾ ഗുരുദേവനെ പ്രാർത്ഥിച്ച ഗുരുദേവൻ്റെ വഴിയിൽ കൂടെ നമ്മൾ മുകളിലേക്ക് പോകണം. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? ഗുരുദേവനെ ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എൻ്റെ അമ്മയ്ക്ക് പ്രത്യക്ഷമായിട്ടുമുണ്ട് ഗുരുദേവൻ. അസുഖങ്ങൾക്ക് ഇതിനകത്ത് യൂട്യൂബ് പറഞ്ഞു. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ ഗുരുദേവൻ സമാധി ആയതിനു ശേഷം മരിച്ചെന്ന് പറഞ്ഞാലും സമാധി എന്ന് പറഞ്ഞാലും ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മരിച്ചെന്ന് തന്നെ പറയാം. അതിനെന്താ കുറച്ചിൽ? അപ്പോൾ ആരായാലും ഭൂമി ജനിച്ചാൽ അത് മരണമുണ്ട്, ശരീരം മരിക്കും. അപ്പോൾ ആ ഗുരുദേവൻ എൻ്റെ അമ്മയ്ക്ക് അതിഭയങ്കരമായ തലവേദനയും മണ്ടപഴുത്തൊക്കെ ഇങ്ങനെ എന്തെല്ലാം മരുന്ന് കേട്ടും പോകാതിട്ട് ഗുരുദേവൻ പ്രത്യക്ഷമായി വന്ന് ഇന്ന എണ്ണ ഇന്ന മരുന്നിട്ട് കാച്ച് തേക്കെന്ന് പറഞ്ഞ് പിന്നെ അമ്മയ്ക്ക് പിന്നെ ഒരിക്കലും ആ അസുഖം ഉണ്ടായിട്ടേ ഇല്ല. അതെൻ്റെ അനുഭവമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ അത്രമാത്രം സ്നേഹവും ഗുരുദേവൻ ഒരു കാര്യം ചെയ്തതാണ് ഇത്രയെല്ലാം വന്നത്. കാരണം സിദ്ധി എടുത്താൽ മുക്തിയില്ലെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അച്ഛനും വേണമെങ്കിൽ സിദ്ധി എടുക്കാം, അത്രത്തോളം ആയ ആളാണ്. സമാധിയിൽ അവിടെ ജഡമായി കേട്ട് എവിടേക്കോ പോകും. പക്ഷെ നമുക്കും 10 പേരെ കൂട്ടണമായിരുന്നെങ്കിൽ എന്തെങ്കിലും അത്ഭുതം കാണിച്ചാൽ മതി. എന്നാൽ ചെറിയ അത്ഭുതം കാണിക്കാതിരുന്നോ? അത് മറ്റുള്ളവർ മനസ്സിലാക്കാത്ത രീതിയിൽ മനസ്സിലാക്കിയ ആളിൽ എത്തിക്കൂടും. അപ്പോൾ അച്ഛൻ്റെ ആഗ്രഹം സിദ്ധിക്കാട്ട് ഇങ്ങനെ കറങ്ങും. അപ്പോഴെന്ത് വരും?
ഈശ്വരനെയുള്ള അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി താല്പര്യം ഒന്നിലേക്കും താല്പര്യം ആകാത്തതാണ് മോക്ഷം. അപ്പോൾ മറ്റുള്ളവരെ നന്നാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശു കർത്താവിനും മറ്റുള്ളവരെ നന്നാക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് തമ്പുരാൻ ചെറിയ ആളാണോ? ക്രൂശിലല്ലേ മരിച്ചത്? അപ്പോൾ ഇവരൊക്കെ എത്രമാത്രം പറയണം കർത്താവ് വെറും മോശമാണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് അനുഭവമാണ്. എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹം തന്ന കർത്താവിനും അതുപോലെ ഞാൻ പ്രത്യക്ഷമായി കണ്ട പരമാത്മാവായ പിതാവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പുത്രന്മാർക്ക് പുത്രിയാണെങ്കിൽ ദൈവപുത്രന്മാർക്ക് കാണാം പിതാവിനെ. ഞാനൊരു പുത്രി ആയതുകൊണ്ടാണ് കണ്ടത്. കണ്ടോട്ടെ എന്ന് പരമാത്മാവ് വിചാരിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ദൈവപുത്രന് മാത്രമേ ഈശ്വരനെ പിതാവിനെ കാണാൻ പറ്റൂ. അതെനിക്ക് അനുഭവമായിട്ട് ഞാനും കണ്ടു. എനിക്കെന്താ പറയുന്നതിന് കുറച്ചിൽ എനിക്ക് ഒരു ധൈര്യക്കേടുമില്ല. അതുകൊണ്ട് കർത്താവ് യേശു തമ്പുരാൻ ക്രൂശി മരിച്ചതുകൊണ്ട് ആൾ കുറഞ്ഞ ആളാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? എനിക്ക് പറ്റത്തില്ല. ഞാൻ അനുഭവമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ കർത്താവ് എനിക്ക് ആ അനുഗ്രഹം തന്നതിന് ശേഷം എനിക്ക് ദാഹിച്ചിട്ടേ ഇല്ല. ഒരു സഭയിലും പോയി പിന്നെ പ്രാർത്ഥിക്കണമെന്നേ ഇല്ല. മറ്റേ അങ്ങനെ എവിടെയുണ്ട് പ്രാർത്ഥനാലയം? ഈഴവർക്കോ മറ്റു സമുദായക്കാർക്കോ ഒന്നും തന്നെ ഇവിടെ ആ സമയത്ത് ഒരു 30 വർഷം 32 വർഷം മുമ്പാണ് അങ്ങനെ ഒരു പ്രാർത്ഥനാലയം എങ്ങും ഇല്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയേ പറ്റും. എൻ്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ എന്നെ ശീലിപ്പിച്ചുകൊണ്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനു വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടി. പിന്നെ എനിക്ക് ദാഹിച്ചില്ല. അതാ ഇതിൽ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, ഞാൻ കൊടുക്കുന്ന ജലം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല എന്ന്. ഞാൻ അതൊക്കെ എടുത്ത് വായിക്കുന്ന ഒത്തിരി സമയം എടുക്കും. എന്നാലും ഇവിടെ ഭഗവത്ഗീത പറയുന്നത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അല്ലയോ അർജുന, ഏതൊരു ഭക്തൻ ശ്രദ്ധയോടുകൂടി അന്യദേവതകളെ ആരാധിക്കുന്നുവോ. ഈ ശ്രദ്ധ എന്താണ്? ഗുരുദേവ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ശ്രദ്ധ എവിടെ പോകണം? പരമാത്മാവിലേക്ക് പോകണം. ഒരു കല്ലിനെ കണ്ണും കൊണ്ട് നമ്മൾ ഭഗവാനേന്ന് വിളിച്ചാൽ കല്ലിനെ അല്ല, ഈശ്വരനിലേക്ക് പോകണം. അങ്ങനെയുള്ള ആരാധിക്കുന്നെങ്കിൽ അതാണ് ശ്രദ്ധയോടുകൂടി. ഇപ്പോൾ ഗുരുദേവ ഗുരു നമ്മുടെ ഗുരുവാണ്. ഗുരുദേവ എന്ന് നമ്മൾ പറയുമ്പോൾ ഭഗവാനെ, നാരായണ, കൃഷ്ണ അല്ലെങ്കിൽ പരമാത്മാവേ, ഗുരുദേവനാണ് അങ്ങേ ആ ഭഗവാന്റെ അടുക്കലേക്ക് എത്തിക്കുന്നത്. ആ ഒരു ചിന്തയോടുകൂടി നമ്മൾ ഗുരുദേവന്റെ അടുക്കൽ പ്രാർത്ഥിക്കാം. ഗുരുദേവ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കാം. ഗുരുവിനും ഒരു 1-2 സ്തുതികളെ സ്തുതിക്കുകയും ചെയ്യാം. നാരായണ ഗുരുദേവ എന്നുള്ള നാമങ്ങളൊക്കെ ചൊല്ലാം. കാരണം ഗുരുവിനെ വന്ദിക്കണ്ടേ, അത് നല്ലതാ. അപ്പോൾ നമ്മൾ എവിടെ ചെല്ലേണ്ടത്, എത്തിപ്പിടിക്കേണ്ടത് പരമാത്മാവിലേക്കാണ്, ഈശ്വരനിലേക്കാണ്. അങ്ങനെ ആരാധിക്കുന്നെങ്കിൽ അത് വിധിപൂർവം അല്ല. അതാ പറയുന്നത് ഭഗവാൻ, അത് വിധിപൂർവം അല്ല, എങ്കിലും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അത് വിധിപൂർവം അല്ല. കാരണം വേറൊരു അന്യദേവതയെ ആരാധിക്കുന്നെങ്കിൽ അത് വിധിയല്ല. കാരണം ലോകനാഥൻ ലോകത്തുണ്ട്. ലോകനാഥൻ അതായത് ലോകേശ്വരനായ ഒരു പരമാത്മാവ് നമ്മുടെ ഈ ലോകത്തുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞ വലിയ ആൾ പിന്നെ ആരാണ്? അപ്പം നമ്മുടെ ഉള്ളിൽ അതിനേക്കാളും ചെറുതാക്കിയല്ലേ, ഗുരുദേവനേക്കാളും ചെറുതായല്ലേ ഈശ്വരനെ കാണുന്നത്? അത് ശരിയാവൂ? നമ്മളെപ്പോഴും മുൻതൂക്കം ആർക്ക് കൊടുക്കണം? ഈശ്വരന് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ എന്തെങ്കിലും താഴേക്കുള്ളൂ. അത് ചിന്തിച്ച് വേണം പ്രാർത്ഥിക്കാൻ. നമുക്ക് വലിയവൻ ദൈവം തന്നെയാണ്. ആ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇത് നമ്മളെ മൊത്തവും വഹിച്ചു വെക്കുന്നത്. ഇതിനെ മൊത്തവും ഒരു കയ്യിൽ വഹിച്ചേക്കുന്നതാണ് പരമാത്മാവ്. ആ ഈശ്വരൻ്റെ പിടി ഒന്ന് വിട്ടാൽ നമ്മൾ എന്തായി തീരും? അതുകൊണ്ട് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വലിയവൻ ലോകത്തുണ്ട്, പരമേശ്വരൻ. ആ ഭഗവാനെ നമ്മൾ ആരാധിക്കണം. പക്ഷേ ശ്രദ്ധയോടുകൂടിയ ദേവന്മാർ, അന്യദേവതച്ചാൽ ഇതുപോലുള്ള ഓരോരോ ഗുരുക്കന്മാർ, ഇപ്പോൾ വള്ളിക്കാവലമ്മയാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ ഗുരുദേവനാവട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആവട്ടെ, അങ്ങനെയുള്ളവരെ ആരാധിക്കുന്നെങ്കിൽ ശ്രദ്ധാപൂർവം ആണെങ്കിലും അത് വിധിപൂർവം അല്ല. എങ്കിലും എന്നെ തന്നെയാണ് ആരാധിക്കുന്നത്. കാരണം ദൈവമേന്ന് വിളിക്കുമ്പം ഗുരുദേവാന്ന്, കാരണം 1 കോടി തവ തിരുനാമമുണ്ട്. ഏത് നാമം വിളിച്ചാലും ഈശ്വരനിലേക്ക് എത്തുമല്ലോ. അത് വിധിപൂർവം അല്ലെങ്കിലും എന്നെ തന്നെയാണല്ലോ ആരാധിക്കുന്നത്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും ഫലദാതാവും ഞാൻ തന്നെയാണ്. എവിടെ ആര് എന്ത് ചെയ്താലും ഇപ്പം ഗുരുദേവാന്ന് നമ്മൾ പ്രാർത്ഥിച്ചാലും തരുന്നത് ഗുരുവല്ല തരുന്നത്. നമ്മൾ ഗുരുദേവ എനിക്ക് ഇന്നുപോലെ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്കില്ല, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം, ബുദ്ധി ഉണ്ടാവണം, ഗുരുദേവ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാലും ഗുരുവല്ല തരുന്നത്. ഗുരുവിൽ കൂടെ നമ്മൾ ഇപ്പോൾ കർത്താവായ യേശു തമ്മിൽ കൂടെ പ്രാർത്ഥിച്ചാലും പിതാവാണ് തരുന്നത്. എന്നിൽ കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കൂ, പിതാവ്
എല്ലാം എന്നിൽ കൂടി പ്രാർത്ഥിച്ചാൽ മതി തരുമെന്ന് പറയുന്നു. പക്ഷെ ഒടുക്കം കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ മനസ്സിലായല്ലോ, ശിഷ്യന്മാരോട് പറയും, ഇനി മനസ്സിലായി, ഇനി നിങ്ങൾ നേരിട്ട് തന്നെ പിതാവിനോട് ചോദിക്കുക. കാരണം കർത്താവ് അത്ര വെറും മോശക്കാരനല്ല. കർത്താവിനറിയാം പിതാവ് തന്നെയാണെന്നതിൽ അച്ഛനോടൊപ്പം മോൻ വരുമോ? എന്തായാലും തലപ്പത്തിരിക്കുന്ന പിതാവിനോടൊപ്പം എന്തായാലും മോൻ ആകത്തില്ലെന്ന് കർത്താവായ യേശു തമ്പുരാൻ അറിയാം. ഗുണങ്ങളും ഉപദേശങ്ങളെല്ലാം കൊടുത്തിട്ട് ശിഷ്യന്മാർ തന്നെ എവിടെ വായിക്കുന്നത് മറന്നു. ഇനി എപ്പോഴെല്ലാം എടുത്ത് വായിക്കുമ്പോൾ ഒത്തിരി വായിക്കണം. ഇപ്പോൾ കൊച്ചക്ഷരം വായിക്കാൻ വയ്യ ഏത് ഭാഗമാണെന്ന്. ഞാനത് വായിച്ചിട്ടുണ്ട്. കാരണം ശിഷ്യന്മാർക്ക് എല്ലാ ഉപദേശവും കൊടുത്തിട്ട് കർത്താവിൽ കൂടി പ്രാർത്ഥിക്കണമെല്ലാം പറഞ്ഞ അവസാനം കർത്താവ് പോകാൻ സമയമൊക്കെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾ നേരിട്ട് തന്നെ പിതാവിനോട് യാചിപ്പിൻ. അപ്പോൾ നേരിട്ട് ആരെയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ? പിതാവിനോട്. അല്ലാതെ യേശു കർത്താവിനെ പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്. പുത്രനിൽ കൂടി എന്ന് പറയുന്നത് എന്താ? പുത്രൻ്റെ ഉപദേശങ്ങളും ഗുണങ്ങളും മാഹാത്മ്യങ്ങളെല്ലാം മനസ്സിലാക്കി വഴി തെളിച്ച് വിട്ടു തരുന്നത്. ആ വഴിയിൽ കൂടെ ഏത് വഴിയാണ് നമുക്ക് തന്നേക്കുന്നത് ഗുണങ്ങൾ, അത് ആണ് കർത്താവ്. കർത്താവ് നമുക്ക് തരുന്ന നല്ല വഴിയാണ്. ആ വഴി തെളിയിച്ച് കൊണ്ടുപോകാനാണ് അത് നമ്മൾ ചെയ്യണം. അതാണ് കർത്താവിൻ്റെ വഴി. ആ വഴി കൂടെ പോയാൽ ആർക്കും സ്വർഗരാജ്യം, ആനന്ദം, പരമാനന്ദമാണ്. പരീശന്മാർ ചോദിച്ചു എപ്പോഴും സ്വർഗരാജ്യം, ഈ ദൈവരാജ്യം വരുമെന്ന്. അപ്പോൾ കർത്താവ് എന്താ പറയുന്നത്? ദൈവരാജ്യം അങ്ങനെ ആരും കാണത്തക്കവണ്ണം അല്ല വരുന്നത്. അത് അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അത് നിങ്ങളുടെയൊക്കെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. എന്താ ഇടയിൽ? ദൈവരാജ്യം എന്താണ്? നമ്മൾ തന്നെ ഉണ്ട്. അതാണ് കർത്താവ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ആനന്ദം ഉണ്ടാകുന്നെങ്കിൽ അത് ആ ഒരു വ്യക്തി ആനന്ദം അനുഭവിക്കുന്നെങ്കിൽ അതാണ് ദൈവരാജ്യം. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ മൊത്തം ദൈവരാജ്യമാവും. കാരണം കാരണം കർത്താവിനോടൊപ്പം തന്നെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥന നടത്തുമ്പോൾ അത് മൊത്തം അവിടെ ആനന്ദം കൊണ്ട് നിറയ്ക്കുകയാണ്. നാമങ്ങൾ സ്തുതിപ്പുകൾ ചൊല്ലിയായാലും വചനങ്ങൾ പറഞ്ഞായാലും എല്ലാവരും ആ സമയം അവിടെ ആനന്ദ നിർവൃതിയാണ്. അപ്പോൾ അതല്ലേ സ്വർഗരാജ്യം, ദൈവരാജ്യം. അതാണ് നിങ്ങളെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് എങ്ങൊന്നും വരണ്ടല്ലോ. ഈ അറിവില്ലാത്തവർ ചോദിക്കും, ദൈവരാജ്യം വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴോ വരും, ആകാശത്ത് നീ പൊട്ടി വരും. ഇതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അവരവർ തന്നെ ഇരിക്കുന്ന ദൈവരാജ്യം കണ്ടുപിടിക്കണം. അതാ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് വഴിതെളിക്കാൻ വന്നത് എന്ന് ഈ മൂഢന്മാരായ ഒന്നും അറിവില്ലാത്തവർ ചിന്തിക്കില്ല. പരീശന്മാർക്ക് എന്തറിയാം? അതുകൊണ്ട് ഇവിടെ ഇത് രണ്ടുകൂടെ ഇടകലർന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ മക്കളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഭഗവാൻ പറയുന്നു, അതാ നാരായണൻ കൃഷ്ണൻ പറയുന്നു, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും ഫലദാതാവും. ഇത് നമ്മൾ കൊടുക്കുന്ന യജ്ഞം ആരനുഭവിക്കുന്നു? പരമാത്മാവ്. നമ്മളൊരു പൂജ ചെയ്ത് വിട്ടാൽ അത് ആർക്ക് കിട്ടുന്നു? അത് ഭഗവാനാണ് കിട്ടുന്നത്. ഭോക്താവ് അത് അനുഭവിക്കുന്ന ഈശ്വരൻ. നമ്മളൊരു പൊങ്കാല ഇടുന്നു, അത് പരമാത്മാവിലേക്ക് ചെല്ലുന്നു. ഫലദാതാവ്, ഫലം കൊടുക്കുന്ന ആൾ ദാതാവാരാ? അതും പരമാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുരു, ഈ ഗുരുദേവനെ പോലെ ഒരു ഗുരു അല്ല. കൃഷ്ണൻ എന്ന് പറയുന്നത് പരമാത്മാവ് തന്നെയാണ്. ഞാനായവൻ, അത് പരമാത്മാവ് എന്ന് യഥാർത്ഥത്തിൽ പറയുന്നുണ്ട്. അത് എനിക്കോ മറ്റവർക്കോ പറയാം അങ്ങനെ ആകുന്ന ഒരാളാണെങ്കിൽ. എന്നിലിരിക്കുന്ന പരമാത്മാവുണ്ട്, ഞാനാകുന്നവൻ ഞാൻ തന്നെയാണ് എന്ന് ഞാൻ അത്രമാത്രം വിശ്വാസം എനിക്കുണ്ടോ, ഞാനങ്ങനെ ആയിത്തീർന്നെന്ന് എനിക്ക് വിശ്വസിച്ച് തന്നെ പറയാം. എന്നിലിരിക്കുന്നത് ഞാനെന്ന രത്നഭായി അല്ല, എന്നിലിരിക്കുന്ന പരമാത്മാവ് തന്നെയാണ്. അല്പമേ ഉള്ളെങ്കിലും അത് എനിക്ക് ഇപ്പോഴും എനിക്ക് തീർത്ത് പറയാം. എന്നിൽ വേറെ ആരുമല്ല. എൻ്റെ രത്നാഭായി എന്ന് പറഞ്ഞ ആളൊന്നും എന്നിലില്ല. എന്നിൽ പരമാത്മാവ് തന്നെയായിരിക്കുന്നത്. ഞാൻ ആ ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ പിന്നെ എന്നിലിരിക്കുന്ന പരമാത്മാവല്ലാതെ പിന്നെ ആരാ? അതുകൊണ്ട് എനിക്ക് തീർത്ത് പറയാം. അതുകൊണ്ട് എന്നെ പരമാർത്ഥമായി അവർ അറിയുന്നില്ല. ആരാ യഥാർത്ഥത്തെ അറിയാത്തത്? അന്യദേവന്മാരെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഗുരുദേവനെ പ്രാർത്ഥിച്ചാലും പള്ളിക്കോലമെ പ്രാർത്ഥിച്ചാലും ഇത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് വിഷമം തോന്നുമായിരിക്കും. പക്ഷേ എൻ്റെ അറിവ് അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലേ പറ്റൂ. അതുകൊണ്ട് എന്നെ പരമാർത്ഥമായി അവർ അറിയുന്നില്ല. അതുകൊണ്ട് അവർ ഭ്രഷ്ടന്മാരായിത്തീരുന്നു. അപ്പോൾ നമ്മൾ ഭ്രഷ്ടന്മാരാവണം. എൻ്റെ മക്കൾക്ക് കേൾക്കാനായത് ഞാൻ പറയും. വേറെയുള്ളവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി. എന്നെ വിശ്വസിക്കുന്ന കുറച്ച് മക്കളിലുണ്ടല്ലോ. എൻ്റെ ഭാഗവതം കേൾക്കുന്ന മക്കൾ എന്തായാലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. അതുകൊണ്ടാണല്ലോ ഇത് വായിച്ച് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുന്നു. എനിക്ക് അറിവേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ആയതുകൊണ്ട് ഞാനത് പറയും. എൻ്റെ അച്ഛനും അമ്മയും അല്ലാതെ വേറൊരു ദേവനെയും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. പരാശക്തിയായിരിക്കുന്ന
ലോകമാതാവായിരിക്കുന്ന ദേവി, അത് 10 12 പിന്നെ സ്വഭാവത്തിൽ വന്നാലും എൻ്റെ അച്ഛനും ഒരേ ഒരു ദേവിയെ പ്രാർത്ഥിച്ചുള്ളൂ. കാരണം ഒന്നേ ഉള്ളൂ, ഒരു മാതാവേ ലോകമാതാവ് ഉള്ളൂ. അത് ഓരോ ഭാവന ചെയ്ത് പല രീതിയിൽ അവിടെ ഇരിക്കുന്ന വിദ്യയ്ക്ക് ദേവി, സരസ്വതി, ധനത്തിന് മഹർഷി, ഇതൊക്കെ പറയുന്നെങ്കിലും ആളൊന്നല്ലേ. അതുപോലെ പിതാവ് പരമാത്മാവായ പരംപിതാവായിരുന്ന അത് അങ്ങനെ അത് കൃഷ്ണനിൽ കൂടാണ് നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ കൃഷ്ണ എന്ന് വിളിക്കുന്നത് നമ്മൾ പരമാത്മാവിനെ. കാരണം കൃഷ്ണൻ പരമാത്മാവായിട്ടാണല്ലോ വന്നേക്കുന്നത്, അവതരിച്ചേക്കുന്നത്. അതുകൊണ്ട് ആ പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ അങ്ങനെ എൻ്റെ അച്ഛനമ്മയും പഠിപ്പിച്ചേക്കുന്നത്. പിന്നെ മുരുകസ്വാമിയെ പ്രാർത്ഥിച്ചാലും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചാലും എല്ലാം ആ ശക്തി സ്വരൂപനായിരിക്കുന്ന ലോകപിതാവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് ക്രിസ്ത്യാനികളും അങ്ങനെയാണ്. യഹോവ എന്നവർ പറയുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നാണ് അവർ പറയുന്നത്. അല്ലാതെ പുത്രനും പിതാവിനും അല്ല പറയുന്നത്. പിതാവിനും പുത്രനും പിതാവിനെ തന്നെയാണ് അവർ മുമ്പേ ആരാധിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരും നല്ലതാണ് ചെയ്യുന്നത്. നമ്മളും അതുപോലെ ആവണം. നമുക്ക് അങ്ങനെ ഒരു യേശു കർത്താവിനെ പോലെ ഒരു അനുഗ്രഹം കൊടുക്കാനും അവിടുന്ന് വന്നതാണെങ്കിൽ നമുക്ക് കർമ്മം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ആകാം. പക്ഷേ ദൈവപുത്രൻ അങ്ങനല്ല വന്നത്. ഞാനത് ബൈബിളിൽ വായിച്ചതാണ്. അത് കന്യാമറിയം പിന്നെ പിതാവ് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധ ആത്മാവാണ് പുത്രനായിട്ട് അവിടെ അതിൽ വന്നത്, പരിശുദ്ധ പിതാവായ ദൈവം. അതുകൊണ്ട് ഒരു പ്രത്യേക പുത്രൻ തന്നെയാണ് കർത്താവ്. അതുകൊണ്ട് അവർ ഭ്രഷ്ടന്മാരായി തീരുന്നു. അത് എന്നിട്ട് എന്താ ഇതിനകത്ത് നമ്മൾ ഭ്രഷ്ടന്മാരായി തീരാതെ അത് എന്താ ഇത് അവരറിയാത്തതെന്ന് വെച്ചാൽ, ഇത് അറിയാതെ പോകുന്നത് മക്കളെ നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്, ഇത് ഭഗവത്ഗീത വായിച്ചാലും അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചിട്ടും കാര്യമില്ല. ഭഗവത്ഗീത ഭാഗവതം തന്നെയാണ്. അപ്പോൾ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കാത്തവരാണ് ഗുരുദേവൻ്റെ പുറകെ പോകണ്ടെന്നല്ല. ആ വഴി, അതുപോലുള്ള വഴികൾ നമ്മുടെ ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. അത് പരമാത്മാ കൃഷ്ണൻ തന്നെയാണ് ഭാഗവതം. അത് നമുക്ക് ഗുരുവാക്കണമെങ്കിൽ അത് കേട്ടാൽ മതി, അത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ഭ്രഷ്ടന്മാരായി തീരുന്നു. പിന്നീട് അടുത്തത് ശ്ലോകം 25 ഞാൻ സംസ്കൃതം വായിക്കുന്നില്ല, എനിക്കും പാട് കേൾക്കുന്നവർക്കും അറിയത്തുമില്ല, സമയം പോകും. അപ്പോൾ ദേവ ആരാധകന്മാർ, ദേവന്മാരെ ആരാധിക്കുന്നവർ, പരമാത്മാവിനെ അല്ലാതെ ഇതുപോലെ ഗുരുദേവനെ പോലെയുള്ള ദേവന്മാരെ ആരാധിക്കുന്നവർ, ദേവന്മാരെയും പിതൃക്കളെ പൂജിക്കുന്നവർ. ചിലരുടെ പിതൃക്കളെ, ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനെ പൂജിക്കാം. ഗുരുദേവനെ പൂജിക്കുന്നത് പോലെ എനിക്ക് അച്ഛനെ പൂജിച്ചൂടെ? കാരണം എനിക്ക് എൻ്റെ പിതാവും ഗുരുവും കൂടാണ്. അല്പമെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അച്ഛനല്ലേ. അതിൻ്റെ ബാക്കി ഞാൻ എങ്ങും പോയി പഠിച്ചിട്ടുമില്ല. അച്ഛൻ ആ ഗുരു എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് എൻ്റെ അച്ഛനെ എനിക്ക് ദൈവമായി കണ്ടുകൂടാ? അച്ഛൻ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഈശ്വരനെയാണ് അച്ഛൻ ആരാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനും പറയുന്നത്, മക്കളെ, നിങ്ങൾ ദേവ ആരാധകന്മാർ ദേവന്മാരെ പ്രാപിക്കുന്ന ദേവന്മാരെയും, പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളെയും, ഭൂതങ്ങളെ ആരാധിക്കുന്നവർ ഭൂതങ്ങളെയും, എന്നെ പരമാത്മാവിനെ പൂജിക്കുന്നവർ എന്നെയും, അതായത് പരമാത്മാവിനെയും പ്രാപിക്കുന്നു. നമ്മൾ പരമാത്മാവിനെ പ്രാപിക്കണോ അതോ ഭൂതങ്ങളെ ആരാധിച്ച് ഭൂതത്തിൽ പ്രാപിക്കണോ? പിതൃക്കളെ പൂജിച്ചിട്ട് പിതൃക്കളെ പുറക്കെ പോകണോ അതോ ദേവന്മാരെ പ്രാർത്ഥിച്ച് ദേവന്മാരുടെ അടുക്കലേക്ക് പോകണോ? എവിടാ ചെന്ന് ചേരേണ്ട? മൂലം എവിടെയാ? നമ്മുടെ മൂലം എവിടെയാ? നമ്മുടെ മൂലം കാരണം നമ്മളെവിടെയാ? അവിടെയല്ലേ നമുക്ക് ചെല്ലേണ്ടതെന്ന് കൊടുക്കാം. എത്ര ജന്മം ജനിച്ചാലും കൊടുക്കാം, അവിടെ ചെന്ന് ചേരണ്ടേ? നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും ജനിക്കാം. ഭൂമിയിൽ ആഗ്രഹം തീർന്നിട്ടില്ലാത്ത ജനിച്ചു വരും. എപ്പോഴെങ്കിലും നമ്മുടെ ആഗ്രഹം തീർന്ന് പോകണമെന്ന് കണ്ടാൽ നമ്മൾ എവിടെ പോകണം? ഈ ദേവന്മാരുടെ അടുക്ക പോയാൽ മതിയോ? അവരെ കൊണ്ടൊക്കെ നമ്മളെയൊക്കെ താങ്ങാൻ. അപ്പോൾ അവിടെ എവിടെ ചെല്ലണം? നമ്മൾ യഥാർത്ഥമായ സ്ഥാനത്താണ്. എവിടുന്ന് വന്നു അവിടെ തന്നെ ചെല്ലണം. അതുകൊണ്ട് ദേവന്മാരെ ആരാധിച്ചാൽ എവിടെ ചെന്ന് കയറും? ഒന്നും എത്തിപ്പിടിക്കത്തില്ല. ദേവന്മാരുടെ അടുക്കലേക്ക് ചെല്ലും. ആ ദേവനും യഥാർത്ഥത്തിൽ ചിലപ്പോൾ മൂലത്തിൽ ചെല്ലാത്തതാണെങ്കിൽ നമ്മളെല്ലാം അവിടെ നിന്ന് കഷ്ടപ്പെടും. അതുകൊണ്ട് ദേവന്മാരെയും പിതൃക്കളെയൊന്നും ആരാധിക്കാതെ യഥാർത്ഥ പരമാത്മാവിനെ നമ്മൾ ആരാധിച്ചാൽ നമുക്ക് പരമാത്മാവിനെ പ്രാപിക്കാം. ഇതിൽ കൂടുതൽ എന്നെ ഭഗവത്ഗീതയിൽ എന്താ ഉള്ളത്? ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാതെ ഇന്ന് ഞാനിത്രയും പറയാൻ കാരണം, ഞാനന്ന് യൂട്യൂബ് തുറന്നപ്പോൾ ഈഴവ സമൂഹക്കാരെ പറ്റിയുള്ള അത് ഞാനും അങ്ങനെ ഒരു അംഗം തന്നെയാണ്. പക്ഷേ എനിക്ക് യഥാർത്ഥം പറഞ്ഞു തരാൻ പറ്റാതിരിക്കുന്നൊരവസ്ഥ. കാരണം പറയാതിരുന്ന എനിക്ക് പാപമുണ്ട്. ഗുരുദേവൻ അത്രമാത്രം വിഷമിക്കുന്നത് എനിക്കറിയാം.
ഒരിക്കലും ഇങ്ങനെ ഗുരുദേവനെ നാണം കെടുത്താൻ ഗുരുദേവൻ ഇഷ്ടപ്പെടുമോ? അത്രമാത്രം ലോക മാഹാത്മ്യം ഏറിയ ഒരു ഗുരുവല്ലേ, ലോകരെല്ലാം അംഗീകരിച്ച ഗുരുനാഥനല്ലേ. ആ ഗുരുനാഥൻ്റെ കൃതികൾക്കൊക്കെ എത്രമാത്രം മാഹാത്മ്യങ്ങളാണെന്ന് എല്ലാവരും എണ്ണി എണ്ണി വാതോരാതെ പറയുന്നില്ലേ അറിവുള്ള ജ്ഞാനികൾ, അല്ലാത്തവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഗുരുദേവനെ നാണം കെടുത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗുരുദേവന് നാണക്കേടാ. ഗുരുദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ജനങ്ങൾ വഷളായി പോകുന്നത് കൊണ്ട് അയ്യോ ഗുരുദേവൻ അങ്ങനെ ആയിപ്പോയാൽ നഷ്ടമല്ലേ, അതുമല്ല അത് ക്ഷീണമല്ലേ അദ്ദേഹത്തിന്. ആ ഗുരുദേവൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ഈ തന്നിനെ അറിഞ്ഞ ഒരാളല്ലേ, സാക്ഷാത്കാരം നേടിയ ആളല്ലേ. അതുകൊണ്ടാണല്ലോ ഈ കൃതികളൊക്കെ എങ്ങനെ ഉണ്ടായി. അത് ഇല്ലാത്തവർക്കുണ്ടാവുമോ? യഥാർത്ഥ ജ്ഞാനി അല്ലാത്തവർക്ക് ആ കൃതികൾ എഴുതാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ എന്നാൽ വേറെ ഒരു അയ്യങ്കാളിയോ ഒരു ഡോക്ടർ പൽപ്പും ഒക്കെ ഒന്ന് എഴുതട്ടെ എന്നാൽ ഞാൻ സമ്മതിക്കാം. അവരെയും ദൈവമായി കാണണ്ടേ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല. കാരണം ഗുരുദേവൻ അങ്ങനെയുള്ള ഒരാളാണോ? ഗുരുദേവൻ്റെ ഓരോ കൃതികളിലെടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഇവരുമായിട്ട് മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യാനൊക്കുമോ? മഹാത്മാഗാന്ധിക്ക് ഇതിൻ്റെ ഏതെങ്കിലും എഴുതാനൊക്കുമോ ഒരു കൃതി? അപ്പോൾ അങ്ങനെയുള്ളൊരു ദേവനെ, അങ്ങനെയുള്ളൊരു പരമാത്മ ഗുരുവിനെ, പരമാത്മ ചൈതന്യം ഏറിയ ഗുരുവിനെ, അറിവ് ഈശ്വരനാണെന്ന് പറഞ്ഞു തന്ന ഗുരുവിനെ നിന്ദിക്കുക മറ്റുള്ളവരെ കൊണ്ട്. ആര്? ഈഴവ സമുദായം. അവരിങ്ങനെ അവിടെ ഗുരുദേവൻ്റെ എന്തോ പറയാ മന്ദിരവും ചെയ്തിട്ട് ഗുരുദേവനെ പ്രാർത്ഥിക്കുന്ന എന്തൊരു അലുമ്പാത്, എന്തൊരു നാണക്കേടാത് ഗുരുദേവന്, അറിവുള്ള ഈഴവർക്കും. അതുകൊണ്ട് അത് നിർത്തലാക്കണമെന്ന് ഞാനൊന്ന് പറഞ്ഞു തന്ന എൻ്റെ ഇത് കേൾക്കുന്ന മക്കളെങ്കിലും ഷെയർ ചെയ്ത് കുറച്ച് പേരെങ്കിലും അറിയിക്കണം. കാരണം എൻ്റെ ഗുരുദേവനെ അങ്ങനെ നിന്ദിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈശ്വരനെ അറിയുന്ന ഗുരുദേവനെ, എല്ലാവരും അംഗീകരിച്ച ലോക ഗുരുവായിരുന്ന ഗുരുദേവനെ മറ്റുള്ളൊരു മുഖാന്തരം, ആരെങ്കിലും ഒരാളെങ്കിലും മുഖാന്തരം നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പരം പാപം വേറെ എന്താ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് മക്കളെല്ലാവരും എൻ്റെ മക്കൾ വിചാരിക്കണം, ഞാൻ പറയുന്നത് അല്പമെങ്കിലും ശ്രദ്ധിക്കൂ. നമുക്ക് ഈശ്വരനുണ്ട് വലിയവൻ, ആ ഈശ്വരനെ പ്രാർത്ഥിക്കാം. ഗുരു അതാ പറഞ്ഞു തന്നേക്കുന്നത്. ഗുരുവിൻ്റെ കൃതികളെ കൂടെ നമുക്കറിയാം. ഗുരു കൃതികൾ എഴുതിയത് എന്തിനാ? ഇത് നമുക്ക് വേണ്ടിയാണ്. നമ്മളപ്പോൾ ചിന്തിക്കണം, അയ്യോ ഗുരു ശിവനെ പറ്റി എഴുതിയത് എന്ത് നല്ലതാ, പിന്നെ വിനായകാഷ്ടകം, നവദേവവൃന്ദ, അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പം ഗുരു എന്താ നമുക്ക് തന്നേക്കുന്നത്? നമ്മളും ഗണപതി ഭഗവാനെയും മുരുകസ്വാമിയെയും അതുപോലെ ശാരദാദേവിയെയും ലോകമാതാവല്ലേ, അങ്ങനെയുള്ള ദേവീസ്തുതികളും കാളിനാടകം എന്തൊക്കെയാ, പിന്നെ പരമശിവൻ്റെ കൃതികൾ, ആടുപാമ്പേപുരം തേടുപാമ്പ, എന്താ അത്? നമ്മളിലിരിക്കുന്ന ആ ഗുഹ, ആ പുനത്തിലിരിക്കുന്ന പരമാത്മാവിനെ തേടി പിടിക്കുക. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ. പാമ്പെന്ന ആ മനസ്സാകുന്ന പാമ്പേ, നീ മനസ്സ് അവിടേക്ക് ഇരുത്തൂ, ആ ചൈതന്യത്തെ നീ അറിയൂ. ആ ഗുഹയിലിരുന്ന് ആ പുനത്തിൽ ചെന്ന് ആ പരമാത്മാവിനെ ആ സഹസ്രാര പത്മത്തിൽ ചെന്ന് എത്തിപ്പിടിക്കൂ. അവിടെ മഴ പോലുള്ള ആ അമൃതവർഷണിയുണ്ട്, അതൊക്കെ ഇങ്ങനെ ഒഴുകും. ആ പുനത്തിൽ ചെന്ന് രക്ഷപ്പെടൂ എന്ന് നമുക്ക് ഗുരുദേവൻ കാണിച്ചു തന്ന ആ പാട്ട്. അപ്പോൾ ഗുരുദേവൻ ആരാണ്? പക്ഷെ ഗുരുദേവൻ യഥാർത്ഥ ഗുരു തന്നെയാണ്. പക്ഷേ നമുക്ക് ഗുരുദേവനെ അല്ല പ്രാർത്ഥിക്കേണ്ടുന്നത്. ഗുരു നമുക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. ആ ഗുരു ഈശ്വരന് തുല്യം തന്നെയാണ്. പക്ഷേ ഗുരു അവസാനം എവിടാ എത്തേണ്ടുന്നത്? പരമാത്മാവിൽ, മൂലത്തിൽ. അപ്പം നമ്മളും അവിടെ അല്ലേ പോകണ്ടേ? അപ്പം നമ്മൾ കയറി ഗുരുദേവനെ ദൈവമെന്ന് കണ്ടാൽ ഗുരുദേവനെ നാണക്കേടല്ലേ ഇത്? എന്നാൽ പിന്നെ ഗുരു എന്തിനാ അവിടേക്ക് പോകണത്? ഇതൊക്കെ എഴുതി, ഈ കൃതിയൊക്കെ എഴുതി ഇങ്ങനെ ധ്യാനിച്ചിട്ട് എന്തിനാ ഗുരു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്? അല്ലെങ്കിൽ പോയില്ലെങ്കിൽ പോകാൻ പോകുന്നത്, അതല്ലെങ്കിൽ പോയത്? നമുക്കതിനെപ്പറ്റി അറിയില്ലല്ലോ, അന്ന് നമ്മളില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് ഈശ്വരൻ ഒരു ഏകനായ പരമാത്മാവ് നമ്മുടെ എല്ലാവരെയും സൃഷ്ടികർത്താവാണ്. അപ്പോൾ കർത്താവെ എന്ന് വിളിക്കുന്നത് എന്താ? എല്ലാം നമ്മളെ സൃഷ്ടിക്കുന്ന പരമാത്മാവാണ്. ആ പരമാത്മാവാണ് ഏക ദൈവം. അതുകൊണ്ടാണ് ഗുരുദേവൻ പറയും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെന്ന്. അപ്പം എല്ലാവർക്കും, എല്ലാ സൃഷ്ടിക്കും, ഏത് ജീവജാലങ്ങൾക്കും എല്ലാം ഈശ്വരൻ ഏകനാണ്. പക്ഷേ ഇവിടെ അവതാരം കൊണ്ടേക്കുന്ന ഭഗവാൻ നാരായണൻ, കൃഷ്ണൻ, ആ പരമാത്മാവ് നമുക്ക് വേണ്ടി ഗുരുവായി ഗുരുദേവൻ വരുന്നതിന് മുന്നേ വന്നതാണ്. അതുകൊണ്ട് വേറൊരാൾക്ക് വന്നോളുന്നുണ്ടോ? ഈശ്വര ചൈതന്യം അറിഞ്ഞ് ഇത് മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഒരു ഗുരു വന്നാൽ അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? അതുമാത്രമല്ല, പരമാത്മാവായ നാരായണൻ കൃഷ്ണൻ പറഞ്ഞു തന്ന വാക്യങ്ങൾ തന്നെയാണ് ഗുരു അത് പഠിച്ചതാണ്. അത് മൊത്തം അത് ഉള്ളിലാക്കിയിട്ടാണ് അറിഞ്ഞത്. ആ അറിവാണ് ഗുരുദേവൻ എടുത്തേക്കുന്നത്. അതാണ് അകവും പുറവും നിറഞ്ഞിരിക്കുക. അപ്പോൾ എന്താ ഈ ആടുപാമ്പേപ്പുരം തേടുപാമ്പെന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഈ ഭാഗവത്തിലുണ്ട്.
ഇതൊക്കെ അതിൻ്റെ പൊരുൾ ഇതിലുണ്ട്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അറിവില്ലാത്തവർക്ക് വേണ്ടി അത് ആ കൃതികളൊക്കെ തന്നിട്ട് പോയേക്കുന്നു. അപ്പോൾ ഗുരു നമുക്ക് നല്ല കാഴ്ചയല്ലേ തന്നിട്ട് പോയേക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ എന്താ ചെയ്യുക? സ്നേഹിക്കണം. അത്രത്തോളം ഗുരുവിനെ സ്നേഹിക്കണം, ഭക്തിപൂർവ്വം ബഹുമാനിക്കണം. നിത്യവും നമുക്ക് ഒരു നേരമെങ്കിലും ഗുരു എങ്ങനെ വന്നല്ലോ നമുക്ക് വേണ്ടി ഓർത്ത് ചെയ്യാം. വേണ്ടേ? ചെയ്തില്ലെങ്കിൽ അതും നമുക്ക് ഗുരുവായിട്ട് നിന്നിട്ടില്ലല്ലോ. ഈ കൃതി വായിച്ചില്ല നമുക്കിട്ട് അറിയത്തുമില്ല. ഞാനിത് എൻ്റെ അച്ഛൻ മുഖാന്തരമൊക്കെ കൃതികൾ അന്നേ ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കതറിയാം. അതുകൊണ്ട് എനിക്ക് ഗുരുദേവനെ അത്രത്തോളം ഇഷ്ടമാണ്. കർത്താവായ യേശു തമ്പുരാനെ അതിനേക്കാളും ഇഷ്ടമാണ്. അതുകൊണ്ട് പരമാത്മാവായ ദൈവം അതിൻ്റെ താഴെ നിൽക്കൂ? ഒരിക്കലുമില്ല. ഇവരെയൊക്കെ സ്നേഹിക്കാറുന്ന ഉടയമ്പുരാൻ നമ്മളെ അംഗീകരിക്കൂ? എല്ലാം ഈശ്വരൻ്റെ മക്കളല്ലേ. അവിടെ നിന്ന് വന്നിരുന്ന ഗുരുക്കന്മാർ പരമാത്മാവ് വിട്ടതല്ലേ. നമുക്ക് ഒരു വാക്കെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരൻ നമുക്ക് വേണ്ടി വിട്ടതല്ലേ. അപ്പോൾ നമ്മൾ അവരെ നിന്ദിക്കാതെ അവരെ വന്ദിച്ചാൽ ഒരു ഭക്തനെ നമ്മൾ ദൈവത്തിന് തുല്യം കാണണം. അങ്ങനെ കണ്ടാലാണ് ഈശ്വരൻ നമ്മളെ ഇഷ്ടം. അപ്പോൾ എൻ്റെ ഗുരുദേവനെയും എൻ്റെ കർത്താവിനെയൊക്കെ ഞാൻ സ്നേഹിക്കാതെയും അത്രത്തോളം ഭക്തിപൂർവ്വം ചിന്തിക്കാതെയൊക്കെ ഇരുന്നാൽ ഈശ്വരൻ എന്നെ അംഗീകരിക്കൂ? ശിക്ഷിക്കത്തില്ലേ? അവരെ നിന്ദിക്കാൻ പറ്റൂ? അവരെ വന്ദിക്കണം. ഒരു ഭക്തനെ കണ്ടാൽ അത് ഈശ്വരനാണെന്ന് നമ്മൾ അറിയണം. അത് അങ്ങനെ സ്നേഹിക്കണം. ഈശ്വരന് തുല്യം തന്നെയാണ് ഒരു യഥാർത്ഥ ഭക്തൻ. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഇനി എനിക്ക് ഒത്തിരി പറയാനുണ്ട്, പക്ഷെ സമയം പോകുന്നല്ലേ. ഇവിടെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. അതെൻ്റെ അനുഭവമാണ്. അത് ഞാനിവിടെ നോക്കി വായിച്ച് കേൾപ്പിക്കാം. യഹൂദൻ ആയിരിക്കെ ഒരു ശമരസ്ത്രീ അവനോട് പറയുന്നു, നീ യഹൂദനായിരിക്കെ ശമരക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന്. കാരണം പണ്ട് ഇങ്ങനെ സമ്പർക്കമില്ലാതിരിക്കും ചില വംശക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം എടുത്ത് കുടിക്കാത്ത ഒരു തൊട്ടുകൂടായ്മ പോലുള്ള അതായിരിക്കും. അവിടെ ശമരത്തിയോട് യേശു കർത്താവ് വെള്ളം ചോദിച്ചു. അപ്പോൾ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ വെള്ളം തരുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ യഹൂദന്മാർക്കും ശമര്യക്കും തമ്മിൽ സമ്പർക്കമില്ല. അതാണ് അതിന് കാരണം. അവർ തമ്മിൽ സമ്പർക്കമില്ല. യഹൂദനും ശമര്യക്കും അത്ര എന്തോ അതിന് കുറച്ചിലുണ്ട്. അതിന് യേശു അവളോട് പറഞ്ഞു, കുച്ചക്ഷര ഭയങ്കര പാടാ വായിക്കാൻ. അതിന് യേശു അവളോട് പറയുവാണ്, നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞു എങ്കിൽ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ ചോദിച്ച ആൾ ആരാണ്? യേശു കർത്താവിനെ യഥാർത്ഥത്തിൽ നീ അറിഞ്ഞിരുന്നു എങ്കിൽ, ഇവിടെ അവരറിഞ്ഞില്ല. കർത്താവ് ആരാണെന്ന് അവർക്ക് അറിയില്ല. സാധാരണ ഒരു മനുഷ്യനാണ്, യഹൂദനാണെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ വെള്ളം തരും? നമ്മൾ തങ്ങളിൽ സമ്പർക്കമില്ലാത്തതല്ലേ, ഞാൻ എങ്ങനെ വെള്ളം തരും? അപ്പോഴാണ് ഈ ചോദിച്ചവൻ ആരാണെന്നും നീ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പക്ഷെ കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് ഈ വെള്ളം കുടിക്കാൻ ചോദിച്ചവൻ ആരാണെന്നും നീ ദൈവത്തിൻ്റെ ദാനമാണെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴെന്താ? യഥാർത്ഥമായി കർത്താവിനെ ആ സ്ത്രീ അറിഞ്ഞിരുന്നെങ്കിൽ, അയ്യോ കർത്താവ് വന്നിരിക്കുന്നെന്നും പറഞ്ഞ് കാൽക്ക് ചെന്ന് വീഴുമ്പോൾ ഉടനെ തന്നെ ആ ജീവജലം കൊടുക്കും. അത്രമാത്രമാണ് കർത്താവിന് സ്നേഹം. അത്ര ആനന്ദത്തിൽ കൊടുക്കും, എനിക്ക് കിട്ടിയതുപോലെ. അപ്പോൾ നമുക്ക് എപ്പോഴും ആനന്ദം ഉണ്ടാകും. അപ്പോൾ അത് അറിഞ്ഞെങ്കിൽ അവർ അയ്യോ കർത്താവാണോ, എനിക്ക് കർത്താവിനോട് അത്രമാത്രം സ്നേഹത്തിൽ ചെന്ന് അത്രമാത്രം ഭക്തിയോട് ചെല്ലുമ്പം അറിയാതെ തന്നെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ആ കൃപ ഒഴുകും. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ച ഞാൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിച്ചനായിരുന്നു എന്ന് പറയുന്നു. അവൻ ജീവനുള്ള വെള്ളം നിനക്ക്. അപ്പം ജീവനുള്ള വെള്ളത്തിനാകുമ്പോൾ നമ്മുടെ അത് കുടിച്ചാൽ എന്ത് വരും? നമുക്ക് എപ്പോഴും ജീവന തുടുപ്പുണ്ടാകും, അല്ലെങ്കിൽ വാടിക്കരഞ്ഞ് കണയകണയെന്നിരിക്കും. എന്താ നമുക്ക് ജീവന തുടുപ്പുണ്ടാകുന്നത്? ഏത് വയ്യായ്മയിലും ഉണ്ടാകുന്നത് എന്താ? ആ കർത്താവിൻ്റെ ജീവജലമാണ് നമുക്ക് തന്നേക്കുന്നത്. ആ കൃപ അനുഗ്രഹം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. സ്ത്രീ അവനോട് പറഞ്ഞു, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. അത് എന്തൊരു ജീവജലമെന്ന് അവർക്ക് അറിവ് കിട്ടിയില്ല, ജ്ഞാനമില്ല. നമ്മളിത് പഠിച്ചുകൊണ്ട് എനിക്ക് ജ്ഞാനമുണ്ട്. എങ്ങനെ? ഇത് പരമാത്മാവിൻ്റെ കൃപ എന്നുള്ള ജലമാണ്. പക്ഷെ അവർ ധരിക്കുന്നത് എവിടുന്ന് കർത്താവ് എനിക്ക് വെള്ളം തരും, അതിന് കോരുവാൻ ഇവിടെ പാത്രമൊന്നുമില്ലല്ലോ.
യജമാനനെ, അത് കർത്താവേ, യേശുവിനോട് പറയാണ്, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, കിണർ ആഴമുള്ളതാണല്ലോ, കിണറിന് വലിയ ആഴമുണ്ട്, പിന്നെ എങ്ങനെ കോരി എനിക്ക് വെള്ളം തരുമെന്ന് അവർ ചോദിക്കുന്നത്. പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് എന്ന് ചോദിക്കുന്നത്. കഷ്ടം. അപ്പോൾ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ എന്ന് ഈ സ്ത്രീ ചോദിക്കുകയാണ്. ഈ ആഴമുള്ള കിണറ്റിൽ വെള്ളം എങ്ങനെ കോരും? പിന്നെ നീ എങ്ങനെ എനിക്ക് തരും വെള്ളം? അപ്പം നീ യാക്കോബിനേക്കാളും വലിയവനോ? അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അപ്പം ഒരു കിണർ കൊടുത്തെങ്കിൽ അതിനകത്ത് എത്രമാത്രം വെള്ളം ഉണ്ടാകും. അപ്പോൾ യാക്കോബ് ഇത്രയും വെള്ളം കൊണ്ട് കിണറിലെ വെള്ളം മൊത്തം തന്നെങ്കിൽ ജീവനുള്ള വെള്ളം അല്പം അങ്ങനല്ലേ ഈ കിണറില്ലാത്ത ആൾക്ക് കൊടുക്കാൻ പറ്റൂ കർത്താവിന്. അതുമല്ല, ഇവിടെ പാത്രമില്ല, ആഴമുള്ള കിണറാണ്, എങ്ങനെ നീ തരും? യാക്കോബിനേക്കാളും വലിയ ആളോ എന്ന് ചോദിച്ചു. അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത്. അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു. ഇത് അത്രത്തോളം വെള്ളമുണ്ട്. അവൻ്റെ മക്കളും മൃഗങ്ങളെല്ലാം ഈ വെള്ളമാണ് കുടിക്കുന്നത്. യേശു അവളോട് അപ്പോഴും പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. എങ്ങനെയാ? ഇന്ന് വള്ളിക്കാലമ്മയുടെ പോയാലും എവിടെ പോയാലും ഏത് പ്രാർത്ഥനയ്ക്ക് പോയാലും വീണ്ടും 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 ശബരിമലയിൽ പോകുന്നു. തത്വമസി ആയാൽ പിന്നെ അവർ പോകത്തില്ല. എനിക്കറിയാൻ പോകത്തില്ലെന്ന്. തത്വമസി ആവാത്തത്തോളം കാലം എല്ലാ വർഷവും ആവത്തോളം പൊയ്ക്കൊണ്ടിരിക്കും. വള്ളിക്കാലമ്മടുത്ത് പോയാലും അവർ ഒരിക്കലും മടുക്കത്തില്ല. എന്താ കാരണം? കിട്ടാനുള്ളത് കിട്ടുന്നില്ല. കിട്ടിയെങ്കിലല്ലേ അവർ പോവാതിരിക്കൂ. അവിടെ ആളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക. പണ്ടേ പോകുന്നതിന് ഇപ്പോഴെപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ എന്ത് ചെയ്യാം? കിട്ടുന്നില്ല, അനുഗ്രഹം കിട്ടുന്നില്ല. അനുഗ്രഹം കിട്ടിയാൽ പിന്നെ അവർ പോകേണ്ട കാര്യമില്ല. അവർക്ക് എവിടെയെങ്കിലും കുത്തിയത് ആനന്ദിച്ചിങ്ങനെ സൂചിച്ചിങ്ങനെ ഇതൊക്കെ കണ്ടും കേട്ടും വായിച്ചൊക്കെ അങ്ങ് ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ഭഗവാന്റെ വേല ചെയ്യാം. ആർക്കെങ്കിലും ഇതുപോലെ ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും. എന്താ? കിണറ്റിലെ വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കത്തില്ലേ? പിന്നെ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കയില്ല. എനിക്ക് പിന്നെ ഇതുവരെയും ദാഹം ഉണ്ടായിട്ടില്ല. ഇന്ന് 35ഓളം വർഷം, 32 വർഷമായി എനിക്ക് പിന്നെ ഇതുവരെയും ദാഹിച്ചിട്ടില്ല. എനിക്ക് അമ്പലത്തിൽ പോകണ്ട, എനിക്ക് ഒരു പ്രാർത്ഥനയ്ക്കും പോകണ്ട, എങ്ങും ആരും കൂടെ ഗുരുദേവ പ്രാർത്ഥനയിൽ പോയി. ഞാൻ ഈഴവ സമുദായം ആയതുകൊണ്ട് 1-2 ആഴ്ച മാത്രമേ പോയുള്ളൂ. എനിക്കിഷ്ടപ്പെട്ടില്ല. അവിടെ എന്താ കാരണം? അവർ ഈശ്വരനെ അല്ല പ്രാർത്ഥിക്കുന്നത്, അതുകൊണ്ടാണ്. എന്നിട്ട് അവിടെ മുൻഗണന എനിക്ക് വലുതാണ്, എനിക്ക് വേണം, ഞാൻ ഇവിടുത്തെ ഇന്നാരാണെന്നൊക്കെ നാട്ടുകാരെ കാണിക്കണം. ഈ കാണിപ്പൊന്നും എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്നെ ആർക്കും ഇഷ്ടപ്പെടേണ്ട, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പോവാഞ്ഞത്. അതേസമയം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അവർക്ക് അതിനുള്ള വിധിയില്ല. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. അവർ നമ്മളെയൊക്കെ ചപ്പും ചവറായിട്ട് എണ്ണിയേക്കുക. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? അതുകൊണ്ട് ഇവിടെയൊക്കെ ഉള്ളവർക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വലുതാവണമെന്ന്. വലുതാവട്ടെ. ഇന്നൊരു യൂട്യൂബിലൂടെ പറഞ്ഞൊരു സത്യം യഥാർത്ഥത്തിൽ അത് സത്യം തന്നെയാണ്. അത് അംഗീകരിക്കാൻ പറ്റുന്നത്. കാരണം ഈശ്വരനെ ആരാധിക്കേണ്ടതാണ് നിയമം. അത് അദ്ദേഹം ഒരാൾ പേരൊന്നും അറിയാൻ വയ്യ, അതിനെപ്പറ്റിയായിരുന്നു ചർച്ച. പക്ഷെ ഗുരുദേവൻ നിന്ദിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഗുരുദേവന അങ്ങനെയുള്ള ഗുരുദേവനാ. അങ്ങനെ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും. അതെത്ര അച്ചട്ടാണ്! യേശു കർത്താവ് കൊടുക്കുന്ന വെള്ളം കുടിച്ചാൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്നുത്തരം പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? കർത്താവായ യേശു തമ്പുരാൻ ആരാ? പരമാത്മാവിൻ്റെ യഥാർത്ഥ പുത്രനല്ലേ? അതുകൊണ്ടല്ലേ എങ്ങനെ അങ്ങനെ വരുന്നത്? മരിച്ചു പോയിട്ടും നിത്യജീവൻ ഉയർത്തെഴുന്നേറ്റിട്ടും അത്ഭുതങ്ങൾ കാണിക്കുന്നു. എനിക്ക് പല പല അത്ഭുതങ്ങൾ കാണിച്ചു തന്നു, പ്രത്യക്ഷമായി തന്നു, അല്ലാതെ ഒരുപാട് ദർശനങ്ങൾ തന്നു. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതുപോലെ ആത്മാവിൽ ദരിദ്ര ഭാഗ്യവന്മാർ എന്നുള്ള ഒത്തിരി വചനങ്ങൾ സ്ക്രീനിൽ പോലെ ഇങ്ങനെ എഴുതി കാണിച്ചു തന്നു. ഞാനിതൊക്കെ അന്നൊന്നും പുസ്തകത്തിൽ ഇങ്ങനെ നിരന്നിരുന്ന് പോന്നു. ഇങ്ങനെ എന്തെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രാർത്ഥന, യഥാർത്ഥമായ പ്രാർത്ഥന. എന്നിട്ട് കർത്താവ് പറഞ്ഞേക്കെന്താ ഒടുക്കം? എൻ്റെ നാമത്തിൽ നിങ്ങൾ പറഞ്ഞാൽ പിതാവ് തരുമെന്ന. അല്ലാതെ കർത്താവിനെ ദൈവമായിട്ട് കാണുന്ന കർത്താവ് പറഞ്ഞില്ല. ഒടുക്കം ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്? എല്ലാവരും വായിക്കാൻ സമയമില്ല. ഇനി നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കണ്ട, പിതാവിനോട് നേരിട്ട് ചോദിച്ചു കൊള്ളാനാണ് പറയുക. അത് ഞാൻ എപ്പോഴെങ്കിലും ഇവിടെയെങ്കിലും കിട്ടുന്നത് നോക്കിയെടുക്കാം. എനിക്കങ്ങനെ നോക്കിയെടുക്കാനുള്ള ശീലമൊന്നുമില്ല, കൂടുതലങ്ങ് വായിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ കർത്താവ് യേശു തമ്പുരാൻ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും. പിതാവിനെ തള്ളിക്കളഞ്ഞിട്ടല്ല അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുന്നത്.
ആ പിതാവിനെ വഴി കാണിച്ച് കൊടുക്കുന്നതാണ് കർത്താവ്. അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുക്കുക എന്താ പറഞ്ഞത്? നിങ്ങളിനി എൻ്റെ നാമത്തിൽ അപേക്ഷിക്കണ്ട, നിങ്ങൾ പിതാവിൽ തന്നെ നേരിട്ട് തന്നെ ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്ത് ചെയ്യണം? അതിൽ കൂടുതൽ എന്താ വേണ്ടേ? അത് പോരെ. അപ്പോൾ കർത്താവിന് അത്രയും തന്ന കർത്താവിനെ അവർ ദൈവമായിട്ട് കണ്ടാലും എന്താ, പുത്രനല്ലേ? എങ്കിലും അവർ ലോകപിതാവിനെ തന്നെയാണ്. യഹോവ എന്ന് പറയുന്നത്, അള്ളാഹു എന്ന് പറയുന്നതും, ഓങ്കാരം എന്ന് പറയുന്നത്, നമ്മൾ ഓം എന്ന് പറയുന്ന പ്രണവ നാദബ്രഹ്മ അല്ലെങ്കിൽ ഓങ്കാരം, ആ പ്രണവ മന്ത്രാക്ഷരം, ഇതൊക്കെ യഥാർത്ഥമാണ്, പരമാത്മാവാണ്. അത് നമ്മൾ മനസ്സിലാക്കിയ നമുക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ എന്താ നമ്മൾ ഭഗവത്ഗീതയിൽ വായിച്ചത്? ഭ്രഷ്ടനായിത്തീരും എന്നാണ്. അതുകൊണ്ട് നമ്മൾ അതൊത്ത് മനസ്സിലാക്കിയിട്ട് എല്ലാവരുടെയും വഴി നല്ലതാണെങ്കിൽ തിരഞ്ഞെടുക്കാം. ഗുരുദേവൻ എന്തെങ്കിലും വഴി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. കൃതികളൊക്കെ നമുക്ക് വായിച്ച് പഠിക്കാം. ഇതൊന്നും വേണ്ട, ഭാഗവതം തന്നെ മതി പഠിക്കാൻ. നമുക്ക് നേരായ മാർഗത്തിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഭാഗവതമോ ഭഗവത്ഗീതയോ ഒക്കെ മതി. ബൈബിളും നല്ലത് തന്നെയാണ്. ഇതിലെങ്ങും ഒരു കുഴപ്പവുമില്ല. ഗുരുദേവൻ എന്താ വഴികാട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് പുരാണങ്ങളൊന്നും എൻ്റെ എല്ലാം നന്മ മാർഗം അല്ലാതെ ഒന്നും തന്നെ തെറ്റായ കാര്യങ്ങളല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ഗുരുദേവൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ആ വഴി, ഈശ്വരങ്ങളിലേക്കുള്ള വഴി, നന്മ ആര് തന്നാലും അത് ഗുരുസ്ഥാനത്ത് തന്നെയാണ്. ഗുരുവിനെ നമുക്ക് നിന്ദിച്ചൂടാ. അത്രത്തോളം ഭക്തിപൂർവ്വം നമുക്ക് സ്നേഹിക്കണം. പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞേക്കുന്നത്, എൻ്റെ ഭക്തനെ ആര് ഭജിച്ചാലും സ്നേഹിച്ചാലും അത് എന്നെ തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഭക്തൻ ഭഗവാനിലും ഭഗവാൻ ഭക്തനിൽ നിന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു ഭക്തനെ നമ്മൾ അംഗീകരിച്ചാൽ, പൂജിച്ചാൽ അത് എന്നെ പൂജിക്കുന്ന തുല്യം തന്നെയാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഗുരുദേവനെ അത്രത്തോളം സ്നേഹിക്കാം. എങ്കിൽ നമുക്കും ഗുരു പോയതുപോലെ നമുക്ക് മൂലത്തിൽ ചെന്നെത്തണം. നമുക്ക് ഒടുക്കം അവിടേക്ക് തന്നെ പോകണ്ടേ? അത് നമ്മൾ ഈശ്വരനെ അല്ലെങ്കിൽ നമ്മൾ ഭ്രഷ്ടരായി തീരത്തില്ലേ? എന്നെങ്കിലും ഒരു കാലത്തെ പിന്നെ നമുക്ക് അങ്ങ് എത്തത്തുള്ളൂ. നേരിട്ട് നമ്മൾ ഈശ്വരനെ വിളിച്ചാൽ നമുക്ക് നേരിട്ട് തന്നെ പോകാം. എങ്ങും വളഞ്ഞു പോകണ്ട, അവിടെ ചാടി ഇവിടെ ചാടി പോകണ്ട. നമ്മൾ പല ചിലപ്പോൾ ഇന്നിപ്പോൾ വിചാരിക്കും ഗുരുദേവന്, വേറെ ദിവസം വേറെ ഗുരുവായിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെ വളഞ്ഞ് നമ്മൾ പോകുന്നതാണ് എളുപ്പം. നേരെ അങ്ങ് കയറി പോകുന്നതാണ് എളുപ്പം ദൈവത്തിലേക്ക്. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇത്രയും പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എല്ലാം ഉൾക്കൊള്ളണം. യഥാർത്ഥം ഈശ്വരനാണ് താനും. മൂലം, യഥാർത്ഥ കാരണക്കാരൻ കർത്താവ് ആരാ? യഥാർത്ഥ കർത്താവ്, നമ്മളെ സൃഷ്ടിച്ച കർത്താവ് പരമേശ്വരൻ, പരംപിതാവ്, പരമ്പൊരുൾ, ആ മഹാ യഹോവ എന്ന് പറഞ്ഞ പരമേശ്വരൻ, നാരായണൻ, ആ പാലാഴിയിൽ വസിക്കുന്ന വൈകുണ്ഠവാസിയായ ഭഗവാൻ നാരായണൻ എന്ന് പറയാം, പരമേശ്വരൻ എന്ന് പറയാം. എല്ലാം നമ്മൾ വലിയവനുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൽ ചെറിയവൻ്റെ അടുക്കലേക്ക് പോകണോ? ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം.